സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ആണ് അതിശക്തമായ മഴയും നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുള്ളത്. താമരശ്ശേരി ചുരത്തിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. വയനാട്ടിൽ കനത്ത മഴ അനുഭവപ്പെടുന്നതിനിടെ ചുരത്തിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാവുകയാണ്. അവശ്യ സർവീസുകളെ പോലീസ് അനുമതിയോടെ കടത്തിവിടും. ചുരം വ്യൂ പോയിന്റ് ജിയോളജി വകുപ്പും മണ്ണ് സംരക്ഷണ വകുപ്പും പരിശോധന നടത്തിയിട്ടുണ്ട്. ഇന്നും വലിയ തോതിൽ ഈ മണ്ണിടിയുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ച സാഹചര്യമാണുള്ളത്. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, വടക്കൻ ജില്ലകളിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ്. ഇപ്പോൾ ഈ ചുരത്തിലേക്ക് മണ്ണൊക്കെ ഇടിഞ്ഞു വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ അങ്ങേയറ്റം ഭയാനകമാണല്ലോ. അഭിലാഷ്, 7 മണിക്ക് ഇന്ന് റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നിരുന്നു. ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അതേസമയം വലിയ പ്രതിഷേധവും ഉയർന്നു വരുന്നു. കുറ്റ്യാടി ചുരം വഴിയുള്ള ഗതാഗതത്തെയും മഴ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അതുവഴി വാഹനങ്ങൾ കടത്തിവിടണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ വാഹനങ്ങൾ അതുവഴി കടത്തിവിടാൻ കഴിയില്ല എന്ന നിലപാടിലാണ് സർക്കാർ ഉള്ളത്. നാളെയോടുകൂടി കുറ്റ്യാടി വഴിയുള്ള ഗതാഗതം കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന തരത്തിലേക്ക് മാറും എന്ന ഒരു കാര്യമാണ് സർക്കാർ പറയുന്നത്. അതോടൊപ്പം തന്നെ നിലമ്പൂർ വഴി വയനാട്ടിലേക്ക് എത്തുന്നതിനുള്ള പാതയുണ്ട്. ആ പാതയിലും ഇപ്പോൾ വാഹനങ്ങളുടെ തിരക്ക് കൂടുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം താമരശ്ശേരിയിൽ പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിരിക്കുന്ന അവശ്യ സർവീസുകൾ പോലീസിൻ്റെ അനുമതിയോടുകൂടി മാത്രം കടത്തിവിടുന്ന നിലയാണുള്ളത്. മറ്റ് ബദൽ പാതകളെക്കുറിച്ചുള്ള ചർച്ചയും ഇപ്പോൾ ശക്തമായി ഉയർന്നു വരികയാണ്. കാരണം ഇപ്പോൾ ഓണം സീസണാണ്. കൂടുതൽ വസ്തുക്കൾ, പച്ചക്കറികളും പലവ്യഞ്ജനവും അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിലേക്ക് വരുന്ന ഒരു സമയമാണ്. ഇന്ധന ടാങ്കറുകൾ കടന്നു പോകേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിലാകുന്നു. അവധിയായതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ കേരളത്തിൽ റോഡ് മാർഗം വരുന്ന ആളുകളുണ്ട്. അവരുടെ ഈ കോഴിക്കോട്ടേക്കുള്ള യാത്രയും വലിയ തോതിൽ ഇതിപ്പോൾ ബാധിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഈ ബദൽ പാതയെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ സജീവമാകുന്നത്. ചിപ്പിലത്തോട് മരുതാവിലാവ് റോഡ്, അതോടൊപ്പം തന്നെ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ്, ഈ 2 പാതകളുണ്ട്. ഇതിൻ്റെ ചില നവീകരണങ്ങൾ നടത്തിയാൽ ഇതുവഴി നല്ല മികച്ച രീതിയിൽ വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയുന്ന പാതകളാക്കി ഇത് മാറ്റാൻ കഴിയുമെന്നൊരു കാര്യമാണ് ഉയർന്നു വരുന്നത്. ഈ 2 പാതകളുടെ കാര്യത്തിലും ചെറിയൊരു ശ്രദ്ധ മതി, അല്ലെങ്കിൽ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തികളോ ആ തരത്തിലുള്ള പണം ചിലവാക്കലോ വേണ്ടി വരില്ല. സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തി ഉണ്ടായാൽ മതി ഈ 2 പാതകളും സമാന്തര പാതകളാക്കി മാറ്റാൻ കഴിയുമെന്നൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കുറ്റ്യാടി ചുരത്തിൽ കൂടി മണ്ണിടിച്ചിൽ ഉണ്ടായതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. ഇന്നിപ്പോൾ ഈ മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ജിയോളജി വകുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് വകുപ്പുകളുടെയും സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും ഒക്കെ പരിശോധന നടന്നിട്ടുണ്ട്. കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കണം. വയനാട് കളക്ടർ അവിടെ എത്തി സന്ദർശനം നടത്തി അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്ന് പറയുന്നു. കോഴിക്കോട് കളക്ടർ എത്താത്തതിലും പ്രതിഷേധമുണ്ട്. ഏതായിരുന്നാലും അടുത്ത ദിവസം കോഴിക്കോട് കളക്ടറോട് സ്ഥലങ്ങൾ സന്ദർശിക്കാൻ റവന്യൂ മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ബദൽ പാത എന്ന ആവശ്യം ഇപ്പോൾ ഈ ഘട്ടത്തിൽ ശക്തമായി വരികയും ചെയ്യുന്നുണ്ട്. അഭിലാഷ്, യെസ്, ഇതാണ് മഴക്കാലത്ത് ഇത്തരം പ്രതിസന്ധികൾ ജനങ്ങൾ വലിയ തോതിൽ